മെക്സിക്കോയിലെ കാൻകൂൺ എന്ന ഉല്ലാസ നഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. കരീബിയൻ കടൽ തീരത്തെ സുന്ദരമായ പ്രദേശം, മരതക നിറത്തിലുള്ള വശ്യമായ ജലാശയങ്ങൾ, അതിലൂടെ നീങ്ങുന്ന ഉല്ലാസ നൗകകൾ, പൈറേറ്റ് ഷിപ്പുകളുടെ രൂപഭാവമുള്ള ജലവാഹനങ്ങൾ, ഏറ്റവും ആധുനികമായ ലക്ഷറി ബോട്ടുകൾ, യോട്ടുകൾ, അതിൽ ചെറുസംഘങ്ങൾ ഉല്ലസിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സമ്പന്നർ അവധി ആഘോഷിക്കാൻ എത്തുന്നൊരിടമാണ് മെക്സിക്കോയിലെ കാൻകൂൺ. ഡിന്നർ ക്രൂസുകളും ഡാൻസ് പാർട്ടികളും പൈറേറ്റ് ഷോകളുമെല്ലാം നടക്കുന്ന ചെറുകപ്പലുകൾ, ഇത്തരത്തിലുള്ള 2-3 ഇവിടെ. അതിൽ രാത്രി മുഴുവൻ ആഘോഷമായിരിക്കും. ടൂറിസ്റ്റുകളുമായി കടലിലൂടെ അങ്ങനെ ഒഴുകും അത്. കരീബിയൻ കടലിന്റെ അതിമനോഹരമായ ആഘോഷ തീരമാണിത്. നീലജലപ്പരപ്പിൽ നൗകകൾ. നട്ടുച്ച നേരമായതിനാൽ അധികം ആളുകളില്ല. റിസോർട്ടുകളുടെ മണൽപ്പരപ്പും കാണാം ഈ തീരങ്ങളിൽ. എല്ലാ റിസോർട്ടുകൾക്കും ഇവിടെ സ്വകാര്യ ബീച്ചുകളുണ്ട്. അതാണ് കാൻകൂണിലെ ഹോട്ടൽ സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം. ഇവിടെ കണ്ടുമുട്ടുന്നവരിൽ 90% ടൂറിസ്റ്റുകളാണ്. പാതയോരത്ത് കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഹോട്ടലുകളുടേതോ റിസോർട്ടുകളുടേതോ ആണ്. അതല്ലെങ്കിൽ മാളുകളോ ടൂറിസ്റ്റുകൾക്കുള്ള അമ്യൂസ്മെന്റ് കേന്ദ്രങ്ങളോ ആയിരിക്കും. യുഎസിലെ മയാമി, ലാസ് വേഗാസ് എന്നിവ പോലെ ഇവിടെ വലിയൊരു പ്രദേശം പൂർണ്ണമായും ഉല്ലാസത്തിനായി മാറ്റിയിരിക്കുന്നു. 100-ലധികം ഹോട്ടലുകളാണ് ഇവിടെയുള്ളത്. ഈ പ്രദേശം മൊത്തത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ ഡിസൈൻ ചെയ്ത് ഒരുക്കിയതാണ്. അനാവശ്യമായി ഒരു കെട്ടിടവുമില്ല. റിസോർട്ടുകളും ഹോട്ടലുകളും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഉദ്യാനങ്ങളും മാത്രം. മധ്യത്തിലൂടെ മനോഹരമായ ഒരു 4-വരി ഹൈവേ നീണ്ടുപോകുന്നു. പാതയുടെ ഇരുവശത്തും ആളുകൾക്ക് സ്വതന്ത്രമായി നടക്കാവുന്ന മനോഹരമായ ഫുട്പാത്തുകൾ. 22 കിലോമീറ്റർ നീളത്തിൽ ഇത് ഇങ്ങനെയാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ ഗ്രാൻഡ് സെൻസ് റിസോർട്ടാണ്. വമ്പനൊരു റിസോർട്ട്. അതിൻ്റെയും മറുഭാഗത്ത് ബീച്ചാണ്. അത്തരത്തിൽ അതിമനോഹരങ്ങളായ റിസോർട്ടുകളാണ് ഇവിടെയുള്ളതെല്ലാം. പുല്ലുവെട്ടി ഒരുക്കി ആകർഷകമാക്കിയ വഴിയോരം. റോയൽ കാൻകൂൺ എന്ന റിസോർട്ടാണ് ഇത്. കാൻകൂണിലെ വലിയ റിസോർട്ടുകളിലൊന്ന്. അതിൻ്റെയും മറുഭാഗത്തും നീളമേറിയ ഒരു ബീച്ചുണ്ട്. പ്രൈവറ്റ് റിസോർട്ടുകൾ മാത്രമല്ല, പൊതുസ്ഥലങ്ങളൊക്കെയും പുൽത്തകിടിയും അലങ്കാരപ്പനകളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു. സ്വച്ഛമായ പ്രകൃതി, നല്ല തണുത്ത കാറ്റ്, പ്രസന്നമായ ഒരു അന്തരീക്ഷമാണിവിടെ. ഒന്നിനോടൊന്നു ചേർന്നു നിൽക്കുന്ന റിസോർട്ടുകളും സ്റ്റാർ ഹോട്ടലുകളും. ഉല്ലാസത്തിന് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 22 കിലോമീറ്റർ വരുന്ന ഒരൊറ്റ റിസോർട്ടാണെന്ന് തോന്നും കാൻകൂണിന്റെ ഈ ഹോട്ടൽ സോൺ. മുന്നിൽ ഈ നടന്നു പോകുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഇതിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുന്നത് പോലും ഉല്ലാസകരം തന്നെ. ആഭാസ പരിപാടികളോ നിലവാരം കുറഞ്ഞ കടകളോ ഒന്നുമില്ല. തായ്ലൻഡിലും മറ്റും ഉള്ളതരം ടൂറിസ്റ്റ് കേന്ദ്രവുമല്ല ഇത്. കുറെ കൂടി ഉയർന്ന നിലവാരമുള്ള ടൂറിസ്റ്റുകളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. റോയൽ കാൻകൂൺ റിസോർട്ടിന്റെ ഭാഗമാണ് ഇതെല്ലാം. അത് പിന്നിട്ട് നടന്നപ്പോൾ എത്തിയത് കുറെ ബോട്ടുകൾ നിറഞ്ഞുകിടക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. സ്കൂബ കാൻകൂണിന്റെ സ്കൂബ ഡൈവിങ്ങിനുള്ള യാത്രകൾ ആരംഭിക്കുന്ന ഇടം ഇതാണ്. സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ടുപോകാനുള്ള ബോട്ടുകളാണിത്. ഒരു ലഗൂണാണ് ഈ ജലാശയം. ഈ ലഗൂണിനും ഇടതുവശത്തുള്ള കരീബിയൻ കടലിനുമിടയിൽ നീണ്ടുകിടക്കുന്ന മെലിഞ്ഞ ഭൂഭാഗമാണ് ഹോട്ടൽ സോൺ. നടന്ന് മടുത്തിരിക്കുന്നു. ഇനി ബസ്സിൽ കയറിയാവാം യാത്രയെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത്തരം ചുവന്ന ബസ്സുകൾ 2-3 മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കും. ബസ്സിൽ കയറി. ഒരു തവണ ഇതിൽ യാത്ര ചെയ്യാൻ 12 പെസോ നൽകിയാൽ മതി. നമ്മുടെ 50 രൂപയോളം.
അത് കൊടുത്താൽ ഹോട്ടൽ സോണിൽ എവിടെയും ചെന്നിറങ്ങാം. നിലം തൊടാതെ എന്നോണമാണ് പോക്ക്. ഒരു സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. പ്ലായ ലിൻഡ എന്ന സ്ഥലമാണിത്. ഇവിടെ അടുത്ത് ഒരു മറീനയുണ്ട്. അവിടെ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് പോകാം. ആ യാത്രയ്ക്ക് മുൻപ് അല്പം ഭക്ഷണം കഴിക്കണം. മറുഭാഗത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കെത്താൻ റോഡ് ക്രോസ് ചെയ്യാനായി നടന്നു. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലഞ്ഞു പോകും. ലഞ്ച് കഴിക്കാനായി വലിയ റിസോർട്ടുകളുടെ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ കുറേ സമയവും പണവും നഷ്ടമാവും. വഴിയരികിൽ ഇങ്ങനെ ചില റെസ്റ്റോറൻറ്റുകളുണ്ട്. ഷാക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റെസ്റ്റോറൻറ്റുകൾ. നാട്ടിലെ സാധാരണക്കാരും ബാക്ക് പാക്ക് ടൂറിസ്റ്റുകളുമൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഇടമാണ്. കിച്ചന്റെ ഒരു ഭാഗം പുറത്തുണ്ട്. അകത്താണ് പ്രധാന അടുക്കള. മുളക് ചമ്മന്തിയും നാരങ്ങയും ആദ്യമെത്തും. മെക്സിക്കോയിൽ വന്നാൽ കൊറോണ ബിയർ അടിക്കണമെന്നാണ്. മെക്സിക്കോയുടെ സ്വന്തം ബിയറാണത്. തണുത്ത ഒരു കൊറോണ എക്സ്ട്രാ ബിയർ അടിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണമെത്തി. പൊസോലെ എന്ന സൂപ്പാണ് പ്രധാനം. കൂടെ ടോർട്ടില ചിപ്സുമുണ്ട്. അവക്കാഡോ എന്ന വെണ്ണപ്പഴം മെക്സിക്കൻ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതാണ് പൊസോലെ. മാംസം കൊണ്ടുള്ള സൂപ്പാണ് പൊസോലെ. അത് കൊണ്ടുവന്നു വെച്ച് പരിചാരിക പോയി. പന്നിയിറച്ചിയും ചോളപ്പൊടിയുമൊക്കെയാണ് പൊസോലയിലെ ചേരുവകൾ. നല്ല സ്പൈസി സൂപ്പാണ്. അത് അല്പം ഹെവി ആയിപ്പോയി. ഞാനിവിടേക്ക് വന്നപ്പോൾ അധികം ആളുകളില്ലായിരുന്നെങ്കിലും പെട്ടെന്ന് സീറ്റുകൾ നിറഞ്ഞു. ഭക്ഷണശേഷം റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി നടന്നു തുടങ്ങി. നല്ല വെയിലുണ്ട്, ചൂടും. ഈ വെയിലും ചൂടുമാണ് കാൻകൂണിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ഈ സമയത്ത് USA-യിലും കാനഡയിലുമൊക്കെ കൊടും തണുപ്പായിരിക്കും. തിയേറ്ററോ ദേ കാൻകൂൺ എന്ന പെർഫോമൻസ് തിയേറ്ററാണിത്. ഇതിന്റെ അങ്ങേഭാഗത്താണ് പ്ലായ ലിൻഡ എന്ന ഫെറി ടെർമിനൽ. അവിടേക്കാണ് നടത്തം. ഇസ്ലാ മുജറസ് എന്നൊരു ദ്വീപിലേക്കാണ് ഇനി എനിക്ക് പോകേണ്ടത്. തായ്ലാൻഡിലെ ഫുക്കറ്റ് പോലെ ടൂറിസ്റ്റുകളെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ദ്വീപാണത്. ഇവിടെ നിന്നും 20 മിനിറ്റ് കടലിലൂടെ യാത്ര ചെയ്താൽ ഇസ്ലാ മുജറസിലെത്താം. ആദ്യം ഫെറിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. പാരമ്പര്യ രീതിയിൽ പുല്ലുമേഞ്ഞ വലിയൊരു കെട്ടിടം. ഭിത്തിയൊന്നുമില്ലാത്തതിനാൽ എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കും. ആർക്കും കൊതി തോന്നുന്ന മട്ടിലാണ് ഇവിടെ ഇത്തരം പൊതുസ്ഥലങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. സൗന്ദര്യബോധമുണ്ട്. പാരമ്പര്യത്തനിമ നിലനിർത്തുന്നുമുണ്ട്. പ്രത്യേകമായൊരു ഭംഗിയുണ്ട് ഇത്തരം നിർമ്മിതികൾക്കെല്ലാം. ഇസ്ലാ മുജറസിലേക്ക് അൾട്രാമാർ എന്നൊരു കമ്പനിയാണ് ഫെറി സർവീസ് നടത്തുന്നത്. അതിന്റെ ടിക്കറ്റ് ഇവിടെ കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൊസുമൽ ദ്വീപിലേക്കും ഇസ്ലാ മുജറസിലേക്കുമാണ് ഇവരുടെ സർവീസ്. 394 പെസോ നൽകി ടിക്കറ്റ് എടുത്തു. നമ്മുടെ 1500 രൂപയ്ക്ക് തുല്യമാണത്. ഇവിടെ കാത്തിരുന്നോളാൻ പറഞ്ഞു ജീവനക്കാർ. ഇപ്പോൾ നേരം 2:30 ആയിട്ടുണ്ട്. 3 മണിക്കാണ് അടുത്ത ഫെറി. അരമണിക്കൂർ കാത്തു നിൽക്കാം. സുന്ദരമായൊരിടം. മനോഹരമായ ഒരു തെങ്ങിൻ തോപ്പാണ് കെട്ടിടത്തിന്റെ പിൻഭാഗത്ത്. ബേപ്പൂരിൽ എത്തിയ പോലെയാണ് തോന്നുക. ബേപ്പൂരിൽ പത്തേമാരി കിടക്കും പോലെ ഇവിടെയും ഒന്ന് കിടപ്പുണ്ട്. പഴയ പൈറേറ്റ് ഷിപ്പിന്റെ തനിപ്പകർപ്പ്. ജോളി റോജർ എന്നാണ് അതിന്മേൽ ബോർഡ്. അതിനു സമീപം മരബെഞ്ചിൽ ചിലർ കാത്തിരിപ്പുണ്ട്. എന്നെപ്പോലെ ഫെറിയിൽ പോകാനുള്ളവരായിരിക്കാം. ഡിന്നർ ക്രൂസും പൈറേറ്റ് ഷോയും നടക്കുന്ന കപ്പലാണ് ജോളി റോജർ. പഴയകാലത്ത് കരീബിയൻ കടലിൽ ഭീതി വിതച്ചിരുന്ന കടൽ കൊള്ളക്കാരുടെ കപ്പലിന്റെ അതേ രൂപഭാവങ്ങളാണിതിന്. ശരിക്കും ഇതൊരു മോഡേൺ കപ്പലാണ്. സ്റ്റീൽ ബോഡിയുള്ള കപ്പൽ. ധാരാളം തടി ഉപയോഗിച്ച് അതിനെ 16-ാം നൂറ്റാണ്ടിലെ പായ്ക്കപ്പലിന്റെ രൂപത്തിലാക്കിയെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 4 കപ്പലുകളുണ്ട് ഇവിടെ.
പണ്ടത്തെ പായ്ക്കപ്പലുകളുടെ രൂപവും വലിപ്പവുമൊക്കെ ഇതിൽ കണ്ടറിയാം. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച യാത്രയിൽ ഉപയോഗിച്ചതും ഇത്തരമൊരു കപ്പൽ തന്നെ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള കപ്പലാണ് ജോളി റോജർ. 240 പേർക്ക് സഞ്ചരിക്കാം. അകലെ കരീബിയൻ തീരത്തെ വമ്പൻ റിസോർട്ടുകൾ കാണാം. എല്ലാ റിസോർട്ടിനും സ്വന്തമായി ബീച്ചുണ്ടെന്നതാണ് പ്രത്യേകത. ബീച്ചാണ് ഇവിടുത്തെ ആകർഷണം. ബീച്ചില്ലാത്ത റിസോർട്ടിലേക്ക് ആളുകൾ വരില്ല. അവിടെ മുറിയെടുക്കാത്തവർക്ക് ഈ ബീച്ചുകളിലേക്ക് പ്രവേശനമുണ്ടാവില്ല. ഹോട്ടലുകളാവട്ടെ റിസോർട്ടുകളാവട്ടെ അവയ്ക്കെല്ലാം സ്വന്തമായി ബീച്ചുണ്ട്. തങ്ങളുടെ അതിഥികൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ബീച്ചായിരിക്കും അത്. ഹോട്ടലിനകത്തുകൂടി മാത്രമേ അവിടേക്ക് കടക്കാനാവൂ. അതുകൊണ്ട് തന്നെ അതിനൊരു സ്വകാര്യതയുണ്ട്. കണ്ടു നിൽക്കാനോ ഒളിഞ്ഞു നോക്കാനോ ആരും വരില്ല. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. തെങ്ങിൻ തണലിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഇരിക്കുന്നവരും ഞാൻ പോകുന്ന ഫെറിയിൽ ഇസ്ലാം മുജറസിലേക്ക് പോകാനുള്ളവരാണ്. ഫെറി ടിക്കറ്റ് എടുത്തവർക്കുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണിത്. അവിടെ ഒരു ബാറും റെസ്റ്റോറന്റും ഒരുക്കിയിരിക്കുന്നു. ആളുകൾ അവിടെ ഇരുന്ന് ബിയറും ഉച്ചഭക്ഷണവും കഴിക്കുന്നു. ബാറിലാകട്ടെ നല്ല കച്ചവടവുമുണ്ട്. 60ഓളം പേരുണ്ടാവും ഇസ്ലാം മുജറസിലേക്കുള്ള ഫെറിയിലെന്ന് മനസ്സിലായി. തെങ്ങിൻതോപ്പ് മനോഹരമായ ഒരു റെസ്റ്റോറന്റ് ഏരിയയാണ്. ജലപ്പരപ്പിൽ ചില പാർട്ടി ബോട്ടുകൾ. സുഹൃത്തുക്കളുടെ ഒരു സംഘം ബോട്ട് വാടകയ്ക്കെടുത്ത് ഉല്ലാസപൂർവ്വം ഓളപ്പരപ്പിലൂടെ നീങ്ങുന്നു. അവർക്കിത് വ്യത്യസ്തമായൊരു ആഘോഷം. ഇങ്ങനെയുള്ള പല സംഘങ്ങളെ എപ്പോഴും ഇവിടെ കാണാം. ഒഴിവുകാലം ഏറ്റവും ആഹ്ലാദകരമാക്കാൻ കാൻകൂണിലേക്ക് എത്തുന്നവരാണ്. കരീബിയൻ കടലിന്റെ ഈ ഭാഗം തീരെ പ്രക്ഷുബ്ധമല്ല. ആകർഷകമായ നിറപ്പകർച്ചയുള്ള ശാന്തമായ കടൽ. തീരത്താകട്ടെ വെള്ളിമണലാണ്. ഫെറി ടെർമിനലിന് സമീപം ഇവിടെ ഒരു ബീച്ചുണ്ട്. അതിവിടുത്തെ ഓക്സിഡന്റൽ എന്ന വലിയ ഹോട്ടലിന്റെ സ്വകാര്യ ബീച്ചാണ്. ഹോട്ടലിന്റെ ഭാഗങ്ങളാണ് തെങ്ങിൻതോപ്പിനപ്പുറം കാണുന്നത്. ഓക്സിഡന്റൽ ഹോട്ടലിലെ താമസക്കാരാണ് ഈ ആളുകളെല്ലാം. USA-യിൽ നിന്നും കാനഡയിൽ നിന്നുമാണ് ഇവിടേക്ക് കൂടുതൽ ആളുകളും എത്തുന്നത്. യൂറോപ്പിൽ നിന്നും കാൻകൂണിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ചെറു കുസൃതികളുമായി സുഹൃത്തുക്കളുടെ സംഘങ്ങൾ കടലിൽ ഉല്ലസിക്കുന്നു. എല്ലാവരുടെയും കൈവശം ബിയർ കുപ്പിയുണ്ട്. ഇവർ ഇങ്ങനെ വെയിലത്ത് വന്നു നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശരീരത്തിൽ പരമാവധി വെയിൽ ഏൽപ്പിക്കുകയാണ് ലക്ഷ്യം. വെള്ളക്കാർക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവായിരിക്കും. വെയിൽ കുറഞ്ഞ രാജ്യത്താണ് അവരെന്നതാണ് കാരണം. അതിനാൽ വെയിലുള്ള രാജ്യങ്ങളിൽ വന്ന് അല്പവസ്ത്രധാരികളായി പരമാവധി വെയിൽ ശരീരത്തിൽ ഏൽപ്പിക്കും അവർ. ഈ വെയിലേൽക്കലിനൊപ്പം ഉല്ലാസവും കൂടി ചേരുമ്പോഴാണ് കാൻകൂൺ പോലുള്ള സ്ഥലങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടമെല്ലാം മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വൃത്തിയിലും സൗന്ദര്യത്തിലും നമ്മുടെ തീരങ്ങളിലെ തെങ്ങിൻ തോപ്പുകളെ ഒരുക്കുകയും അവിടങ്ങൾ വരുമാന സാധ്യത ഉള്ളതാക്കി മാറ്റുകയും ചെയ്യണം. ഗ്രാമങ്ങളെ ഈ വിധം സുന്ദരമാക്കുന്നതിലൂടെ ഗ്രാമീണ ടൂറിസത്തെ പോഷിപ്പിക്കാം. ഇനി അടുത്ത ഒരു കുതിപ്പിന്റെ കാലത്ത് കേരളം അതൊക്കെ സാധ്യമാക്കണം. ഞാൻ അതൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കെ അകലെ നിന്നും ഒരു കറ്റമരൻ അടുത്തു വന്നു. ജലപ്പരപ്പിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ നല്ല സ്പീഡിലാണ് വരവ്. കറ്റമരൻ എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്. ഇരുവശത്തുമായി 2 ഹള്ളുണ്ട്. അതുകൊണ്ട് തന്നെ ചായുകയും ചെരിയുകയുമില്ല. നല്ല വീതിയുമുണ്ടാകും.
ദക്ഷിണേന്ത്യക്കാരന്റെ കട്ടമരമാണ് ആധുനിക കറ്റമരനായി വികസിച്ചതെന്ന് ചരിത്രം. ഇതാണ് അൾട്രാമാറിന്റെ ഫെറി. ഡബിൾ ഹള്ളും ഇരട്ട എഞ്ചിനുമുള്ള കറ്റമരൻ. അതിവേഗം പായുന്ന ജലവാഹനമാണ്. 2 നിലകളിൽ ആളുകൾക്കിരിക്കാം. ഇസ്ലാം മുജറസിലേക്കും കൊസുമിൽ ദ്വീപിലേക്കും ഇവിടെ നിന്നും അൾട്രാമാറിന്റെ ഫെറികൾ രാവിലെ മുതൽ സർവീസ് നടത്തുന്നുണ്ട്. ഇസ്ലാം മുജറസിൽ നിന്നും ഇവിടേക്ക് 20 മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ. ഇതേ ഫെറി തന്നെയാണ് കൊസുമൽ ദ്വീപിലേക്കും സർവീസ് നടത്തുന്നത്. കൊസുമൽ മനോഹരമായ ഒരു കരീബിയൻ ദ്വീപാണ്. ഇവിടെ നിന്നും 100-ലധികം കിലോമീറ്റർ അകലെയാണത്. മുൻപൊരിക്കൽ ഞാൻ ആ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. കൊസുമൽ ദ്വീപിനടുത്തുള്ള പ്ലായ ഡെൽ കാർമൻ എന്ന പട്ടണം കാൻകൂൺ പോലെ തന്നെ ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. കറ്റമരൻ തീരത്തോട് ചേർത്തു നിർത്തി. അതിലേക്ക് കയറാനുള്ള ഒരു പാലം കൊണ്ടുവന്ന് ഘടിപ്പിച്ചു ജീവനക്കാർ. ഓരോ തവണ കറ്റമരൻ അടുക്കുമ്പോഴും ഇവരുടെ ജോലി ഇതാണ്. വന്നവർ പാലത്തിലൂടെ കരയിലിറങ്ങുന്നു. 200ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന കറ്റമരനാണ്. അപ്പർ ഡെക്കിലും താഴത്തെ ഹാളിലുമായാണ് ഇരിപ്പിടങ്ങൾ. താഴെ പക്ഷേ നാട്ടുകാർ മാത്രമേ ഇരിക്കാറുള്ളൂ. പുറത്തെ കാഴ്ചയിൽ വലിയ കൗതുകമില്ലാത്ത അവർ താഴത്തെ നിലയിലെ എയർ കണ്ടീഷന്റെ സുഖത്തിലിരിക്കും. എന്നാൽ ടൂറിസ്റ്റുകൾ കൂടുതലും അപ്പർ ഡെക്കിലാണ് ഇരിക്കുക. അല്പം താമസിച്ചാണ് ഫെറി വന്നത്. 3 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. ഞാനും അകത്തേക്കു കയറി. നല്ല സൗകര്യമുള്ള കറ്റമരൻ. പഴക്കം ചെന്നതോ മുഷിഞ്ഞതോ ആയ ബോട്ടുകളല്ല ഇവിടെയൊന്നും സർവീസ് നടത്തുന്നത്. മോഡേൺ കറ്റമരൻ ഫെറികളാണ്. കറ്റമരൻ തീരത്തുനിന്നും സാവധാനം അകന്നു തുടങ്ങി. ബീച്ചിൽ ധാരാളം ആളുകൾ. പിന്നിൽ തെങ്ങുകളുടെ നിര. അതിനുമപ്പുറം വലിയ റിസോർട്ടുകൾ. 7 എന്ന അക്കത്തിന്റെ ആകൃതിയിൽ മെയിൻലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന മെലിഞ്ഞൊരു ദ്വീപാണിത്. നീളം 22 കിലോമീറ്റർ. ചിലയിടത്ത് 20 മീറ്റർ മാത്രമാണ് വീതി. ചുറ്റിലും ബീച്ചുകൾ. പിന്നെ കരീബിയൻ നീല ജലാശയവും. 1970കളിലെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ആ ദ്വീപിനെ പൂർണ്ണമായും ടൂറിസത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. റിസോർട്ടുകളും കാസിനോകളും നല്ല അടിസ്ഥാന സൗകര്യങ്ങളും വന്നു. താമസിയാതെ ഇവിടം ലോകപ്രശസ്തമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുകയും ചെയ്തു. ഇക്കാണുന്നതും ഒരു റിസോർട്ടിന്റെ ഭാഗമാണ്. ഗ്രാൻഡ് ഒയാസിസ് പാം റിസോർട്ട്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തു തന്നെയാണത്. അവരുടെ സ്വന്തമായ ബീച്ച്. അവിടെ ധാരാളം ആളുകളുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വിന്റർ മൂർധന്യത്തിലെത്തുന്ന ഒക്ടോബർ മുതലാണ് ഇവിടെ ടൂറിസ്റ്റ് സീസൺ തുടങ്ങുക. അത് ഏപ്രിൽ വരെയും നീളും. ഇക്കാണുന്നത് ഗ്രാൻഡ് ഒയാസിസിന് സമീപമുള്ള മറ്റൊരു റിസോർട്ടാണ്. ഇങ്ങനെ തൊട്ടുതൊട്ടാണ് ഇവിടെ ഹോട്ടലുകളും റിസോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത്. 22 കിലോമീറ്റർ നീളത്തിൽ ദ്വീപിൽ അങ്ങോളം ഇങ്ങോളം അതെല്ലാം നിരന്നു നിൽക്കുന്നു. പ്രകൃതിദത്തമായ ഒരു കടൽച്ചിറയെന്ന് ഈ ദ്വീപിനെ വിശേഷിപ്പിക്കാം. അധികം ഉയരവുമില്ല അതിന്. ആ ചിറയിൽ മുഴുവൻ അടുക്കി വെച്ചതുപോലെ ഹോട്ടലുകളും റിസോർട്ടുകളും പണിതിരിക്കുകയാണ്. അതിലെ ഓരോ മുറിയിൽ നിന്നും കുറഞ്ഞത് 10,000 രൂപ വീതം ഹോട്ടലിന് ലഭിക്കുന്നു. 50,000-ഓളം മുറികളാണ് ഹോട്ടൽ സോണിലുള്ളത്. അതിലെല്ലാം ദിവസവും 10,000-ൽ കുറയാത്ത തുക ലഭിക്കുന്നു. അതിന്റെ 25% ലഭിക്കുക ഗവൺമെന്റിനാണ്. കറ്റമരൻ കുതിക്കാൻ തുടങ്ങി. കരീബിയൻ കടലിന്റെ ഈ നിറമാണ് എന്നെ ഏറ്റവും ആകർഷിക്കുന്നത്. വശ്യമായ നിറം. ഈ നിറം തന്നെയാണ് മാൽഡീവ്സിന്റെയും ലക്ഷദ്വീപിലെ പല ദ്വീപുകളുടെയും ചുറ്റുമുള്ളത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിറമാണിത്. കടലിന് വന്യതയല്ല തോന്നുക. രസകരമായൊരു യാത്ര തന്നെയാണിത്. കാൻകൂൺ പിന്നിലാവുകയാണ്. ശാന്തവും സുന്ദരവുമായ കടൽ.
പക്ഷേ കറ്റമരൻ ചാടിത്തുള്ളിയാണ് പോകുന്നത്. അതിനാൽ ക്യാമറയും പിടിച്ച് ഇവിടെ ഇരിക്കുക വിഷമമാണ്. ഇനി 20 മിനിറ്റ് നേരം കടലിലൂടെ ഇങ്ങനെ പായണം. മുന്നിൽ ഒരാളിരുന്ന് പാട്ടുപാടുന്നുണ്ട്. കറ്റമരനിലെ സ്ഥിരം പാട്ടുകാരനാണ്. യാത്രികരെ രസിപ്പിക്കുന്നതിന് പ്രതിഫലമായി ചെറിയ ടിപ്പ് നൽകിയാൽ മതി. പോപ്പുലറായ ഗാനങ്ങളാണ് പാടുന്നത്. അത് കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാൻകൂണിന്റെ ഹോട്ടൽ നിര ദൂരെ അകന്നു പോകുന്നു.